നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. സത്യം എന്താണെന്ന് അറിയാലോ. സന്ദീപേട്ടാ വേണ്ട, ഇനി ഉള്ളതാണെങ്കിൽ തന്നെ പണി ഇറന്ന് വാങ്ങാൻ നിൽക്കണ്ട. ഞാനും പറയുന്നത് ഇത് പരീക്ഷിച്ചു നോക്കാന്നാ. ഇതെന്താന്നറിയാലോ? നമ്മുടെ വിശ്വാസമാണോ ഏട്ടത്തിന്റെ അനഘയുടെയും ധാരണയാണോ ശരിയെന്ന് അറിയാലോ? അത് തന്നെ. ദേ, ചേച്ചി എന്ത് പറയുന്നു? ഞാൻ എന്തിനു റെഡി. എന്നാ പിന്നെ അതറിഞ്ഞിട്ട് പോവാം. വിളിക്ക് ആത്മാവിനെ വിളിക്ക്. വിശ്വാസമില്ലാത്ത നിങ്ങൾക്കല്ലേ? അപ്പൊ നിങ്ങൾ പറയും, ആരെ വിളിക്കണം? എന്റെ റിലേഷനിൽ മരിച്ച ആരോടും എനിക്ക് സംസാരിക്കണ്ട. ഓരോരോ ഉടായ്പകളും. എങ്കിൽ ഞാൻ പറയാം, പ്ലാവറയുള്ള എന്റെ അമ്മായിയുടെ മോളെ വിളിച്ചു വരുത്താം. എങ്ങനെ വരാൻ പറയണം? ടാക്സി വിളിച്ച വരാൻ പറഞ്ഞാ മതിയോ? ഇവളെ ഞാൻ അനഘേ, നിനക്ക് വിശ്വാസമില്ലല്ലോ, അപ്പൊ നീ മിണ്ടാതിരിക്കും. അത് തന്നെ. ഇനി ഉള്ളതാണെങ്കിൽ എനിക്ക് അമ്മായിയുടെ മോള് ചാന്ദിനിയോട് സംസാരിക്കാമല്ലോ. അവിടെ ചെല്ലുമ്പോഴൊക്കെ അമ്മായി പറയും അവൾ എന്തിനാ എങ്ങനെയാ മരിച്ചതെന്ന് അറിയാത്തോണ്ട് ഒരു സമാധാനവും ഇല്ലാന്ന്. ഇതിനെന്താ, നമുക്ക് ചാന്ദിനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചോദിക്കാലോ എന്താ പറ്റിയെന്ന്. അറിയണം, എനിക്കറിയണം. എന്റെ കുഞ്ഞിനെ ആരും അപായപ്പെടുത്തിയെന്ന് എനിക്കറിയണം. ചാന്ദിനി മോക്ക് ആവണി മോളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അതിനു മുൻപേ കണ്ടോ, ഇപ്പൊ മീരടുത്തേക്ക് ചെറിയ വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. ഇങ്ങെടുക്ക്. ഇനി പ്ലാവരയുള്ള ചാന്ദിനിയോട് സംസാരിച്ചിട്ട് തന്നെ കാര്യം. ആവണി, നീ പോയി സിന്ധുച്ചിയുടെ കയ്യിൽ നിന്ന് മെഴുകുതിരി ഒരു കോയിനും വാങ്ങിട്ടോ. ചെല്. മെഴുകുതിരി എന്തിനാ? മെഴുകുതിരി വെട്ടത്തിലേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആണോ? അതിലേ നീ ഇവിടുത്തെ എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്തേ. ശരി. സന്ധ്യ, എത്ര നേരായിക്ക നീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു? മരുന്നില്ലേ? കുറച്ച് വേറെ ജോലിയിലായി പോയി. ഇനി കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാ ഞാൻ വേഗം ഒന്ന് വന്നേക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്ത് ഡിന്നറിന് പോവാം. താൻ റെഡിയായിട്ട് നിൽക്കുക. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് ഒരിടത്തും പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതൊക്കെ വന്നിട്ട് പറയാം. വലിയൊരു പ്രശ്നത്തിന് ഇന്ന് എൻഡിങ് ആവുന്ന ദിവസം. പ്രശ്നോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. താൻ വെയിറ്റ് ചെയ്യ്. ശരി ശരി, വേഗം വന്നാ മതി. ഹലോ, പിന്നെ ഒരു കാര്യം. ഹലോ ഇക്ക. സന്ധ്യ, പിന്നെ ആ കഥവൊക്കെ അടച്ച് കുറ്റിയിട്ടിരുന്നോണേ. ഞാനല്ലാതെ വേറെ ആര് വന്നാലും തുറക്കണ്ട. ഇക്ക സത്യം പറയും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോടോ, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. താൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. വേഗം വരണേക്ക. ഞാൻ ദേ എത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.